ഹൈസ്കൂൾ ക്ലാസുകളിൽ പരീക്ഷ എഴുതുന്ന എല്ലാവരെയും വിജയിപ്പിക്കുന്ന സമ്പ്രദായം വിദ്യാഭ്യാസ വകുപ്പ് അവസാനിപ്പിക്കുന്നു. എഴുത്തു പരീക്ഷയിൽ ഓരോ വിഷയത്തിനും 30% മാർക്ക് നേടുന്നവർക്ക് മാത്രമേ അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശനം നൽകൂ. ഈ വർഷം 8ാം ക്ലാസ്സിൽ സബ്ജക്ട് മിനിമം രീതി നടപ്പിലാക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഹയർ സെക്കൻഡറിയിൽ മാത്രമുള്ള മിനിമം മാർക്ക് എന്ന സംവിധാനം ഹൈസ്കൂൾ ക്ലാസുകളിലേക്ക് കൂടി നടപ്പിലാക്കാനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. നേരത്തെ എഴുത്തു പരീക്ഷയും നിരന്തര മൂല്യനിർണ്ണയവും ചേർത്ത 30% മാർക്ക് നേടിയാൽ കുട്ടികൾ ജയിക്കുമായിരുന്നു. എന്നാൽ ഇനി മുതൽ എഴുത്തു പരീക്ഷയിൽ മാത്രം ഓരോ വിഷയത്തിനും 30% മാർക്ക് വീതം ലഭിക്കണം. ഇത് പ്രകാരം 8 മുതലുള്ള ക്ലാസുകളിൽ എല്ലാവരും വിജയിക്കുന്ന സമ്പ്രദായത്തിൽ മാറ്റം വരും. പരീക്ഷണാർത്ഥം എന്ന നിലയ്ക്കാണ് ഈ വർഷം 8ാം ക്ലാസ്സിൽ മിനിമം മാർക്ക് രീതി കൊണ്ടുവരുന്നത്. അടുത്ത വർഷം ഇത് 9ാം ക്ലാസ്സിലേക്ക് കൂടി വിപുലീകരിക്കും. 2026-27 അക്കാദമിക വർഷം 10 വരെ ക്ലാസുകളിൽ സബ്ജക്ട് മിനിമം കൊണ്ടുവരാനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. KST അടക്കമുള്ള ഇടത് സംഘടനകളുടെ എതിർപ്പിനെ അവഗണിച്ചാണ് നിർണായക തീരുമാനം. ഇക്കഴിഞ്ഞ SSLC ഫലപ്രഖ്യാപനം നടന്ന ദിവസം സബ്ജക്ട് മിനിമം കൊണ്ടുവരുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരുന്നു. ശേഷം വിഷയം ചർച്ച ചെയ്യാൻ പ്രത്യേക വിദ്യാഭ്യാസ കോൺക്ലേവും വിളിച്ചു. ഈ കോൺക്ലേവ് റിപ്പോർട്ട് പ്രകാരമാണ് മന്ത്രിസഭയുടെ തീരുമാനം. ഗോപാൽ ശീലാസനൽ, മീഡിയ 1, തിരുവനന്തപുരം.